ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ ബോണ്ടയാണ്. അതിന് 200 ഗ്രാം കൊള്ളി ചെറിയ പീസാക്കി നമ്മൾ കഴുകി നുറുക്കിയെടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞിട്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ്, 2 കോഴിമുട്ട, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂണ് ചിക്കൻ മസാല, പിന്നെ 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് 1 ടീസ്പൂണ്, പിന്നെ ബാറ്റർ ശരിയാക്കാൻ ഉള്ള മൈദ അത് 1 കപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്ക് ഈ കപ്പയും കോഴിമുട്ടയും ഒന്ന് വേവിച്ച് വരാം. ഒരു 3 ഫിസൽ, 1 ഗ്ലാസ് വെള്ളം കുക്കറിലേക്ക് ഒഴിച്ചിട്ട്, കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് 2 മുട്ട ഇതിലിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്ത് വരാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഈ പുഴുങ്ങി വെച്ചിട്ടുള്ള കപ്പ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് നല്ലപോലെ ഉടച്ചു കൊടുക്കാം. 2 മുട്ടയും കപ്പയും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. നല്ലപോലെ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫസ്റ്റ് നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ ഓയിൽ ഫ്ലെയിം ഓണാക്കി കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മസാല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. സ്വല്പം ബാറ്ററിലേക്ക് മാറ്റി വെക്കണം. പിന്നെ ചിക്കൻ മസാല എടുത്ത് വെച്ചിട്ടുള്ള അതും പകുതി ഇട്ട് കൊടുക്കുക. ഇത് ചെറിയൊരു മതി. എന്നിട്ട് നമുക്ക് പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ ഈ എടുത്ത് വെച്ചിട്ടുള്ള കൊള്ളി മുട്ട മിക്സിയിലേക്ക് ഉടച്ചു കൊടുത്തിട്ടുള്ള കൊള്ളി മുട്ട മിക്സിയിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് വെച്ചുള്ള കൊള്ളിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും മാവ് മസാല എത്തേണ്ട നിലക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം മസാല എല്ലാം ആഡ് ചെയ്ത് അത് ഒന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഒരു ബാറ്റർ ശരിയാക്കി എടുക്കാം. അതിന് വേണ്ടി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മൈദയും സ്വല്പം മുളക് പൊടി, ചിക്കൻ മസാല, ഒരു മുട്ട കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. സ്വല്പം ഉപ്പ് എന്നിട്ട് നമുക്കിത് ബാറ്റർ കുറച്ച് വെള്ളം അതിലേക്ക് വെച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ വേണം നമുക്കിത് മുക്കി പൊരിക്കാൻ. അപ്പം ഇതാണ് ഇതിൻ്റെ പാകം. ഈ ബാറ്ററിൻ്റെ ഇതിനെല്ലാം തിക്കാവാനും പാടില്ല, ഇതിനെല്ലാം ലൂസാവാനും പാടില്ല. പിന്നെ നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട്
വറുത്തെടുക്കാനുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങും മുട്ടയും കൂടെ യോജിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കി വെക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. എന്നിട്ട് നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ നമുക്ക് ഇവിടെ അങ്ങനെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റുള്ളൊരു ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മിക്സ് നമ്മൾ ചെറിയ ഉരുളകളായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരേ ഉരുള എടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് ഇട്ടിട്ട് കൈവെള്ളയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇവിടെ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പം, നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ്. വീഡിയോ കാണുന്നത് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ കപ്പ ബോണ്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് കോരിയെടുക്കാം. വന്നിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാമല്ലോ, അവർക്ക് ഇഷ്ടമാവും. അങ്ങനെ നമ്മൾ സൂപ്പർ കപ്പ ബോണ്ട ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.